ഹായ് പ്രിയരെ, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ലോകം മുഴുവനുമുള്ള ജനങ്ങൾ വീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായിരുന്നു. യുഎസിലെ പ്രധാന പാർട്ടികളായ ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിച്ച് നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനും റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിനിധീകരിച്ച് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് രീതി അനുസരിച്ച് പ്രധാന സ്ഥാനാർത്ഥികൾ തമ്മിൽ സംവാദം നടത്തുന്ന രീതിയുണ്ട്. ഏറ്റവും അവസാനം നടന്ന സംവാദത്തിൽ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡന് കാര്യങ്ങൾ ഓർത്തെടുത്ത് വിശദീകരിക്കുന്നതിൽ കുറച്ച് പിഴവുകൾ സംഭവിച്ചു. ഇത് ആയുധമാക്കി എതിർ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് പരമാവധി പ്രചരണം നടത്തുകയും അതിനു പുറമെ ട്രംപിന്റെ ഒരു പ്രചരണ പരിപാടിയിലുണ്ടായ അക്രമ സംഭവങ്ങൾ സാധാരണ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ടാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സ്വന്തം പാർട്ടിയിൽ നിന്ന് ബൈഡന് പിന്തുണ നഷ്ടപ്പെട്ടു. ബൈഡന്റെ പാർട്ടിയിലെ പ്രധാന നേതാക്കളെല്ലാവരും അദ്ദേഹത്തോട് മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ നിർദ്ദേശിച്ചു. എങ്കിലും ബൈഡൻ മത്സരരംഗത്ത് തുടരും എന്ന് തന്നെയാണ് കേട്ടിരുന്നത്. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് കോവിഡും സ്ഥിരീകരിച്ചു. കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള പിന്തുണയും നഷ്ടമായി. അസുഖബാധിതനുമായതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിൽ നിന്ന് താൻ പിന്മാറുകയാണ് എന്ന് ഇന്നലെ രാത്രി ഔദ്യോഗികമായി അദ്ദേഹം പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ തന്റെ പകരക്കാരിയായി നിലവിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. കമല ഹാരിസ് ഇന്ത്യൻ വംശജയാണ്. തമിഴ്നാട്ടിലാണ് അവരുടെ മുത്തച്ഛൻ ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന അഭിപ്രായ സർവേകളിൽ 10ൽ 6 പേരും കമല ഹാരിസിന് അനുകൂലമാണ്. 2024 ആഗസ്റ്റ് മാസം 19-ാം തീയതിയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ആദ്യവട്ട വോട്ടെടുപ്പിൽ 3900 പ്രതിനിധികൾക്കാണ് വോട്ടവകാശം. അതിൽ തീരുമാനം ആയില്ലെങ്കിൽ പാർട്ടി നേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരും അടക്കം 700 സൂപ്പർ ഡിലിറ്റുകൾ ആർക്കെങ്കിലും ഭൂരിപക്ഷം ലഭിക്കും വരെ വോട്ട് ചെയ്യും. അതാണ് യുഎസിലെ പാർട്ടികളുടെ രീതി. ഏതായാലും ബൈഡന് പകരം ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് സ്ഥാനാർത്ഥിയാകും അതോ മറ്റാരെങ്കിലുമാണോ എന്നറിയാൻ അടുത്ത മാസം 19 വരെ നമുക്ക് കാത്തിരിക്കാം. അത് തന്നെ ആര് തന്നെ സ്ഥാനാർത്ഥിയായാലും ഏത് പാർട്ടി ജയിച്ചാലും യുഎസിന്റെ വിദേശ നയത്തിൽ കാര്യമായ മാറ്റമൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അത് അവരുടെ ഒരു രീതിയാണ്. അതുപോലെ തുടരും. ഏതായാലും അടുത്ത സ്ഥാനാർത്ഥി ആര് എന്ന ആകാംക്ഷയിൽ നമുക്കും കാത്തിരിക്കാം. നിർത്തുന്നു.